അരുൺ മതീശ്വരൻ എന്ന് പറഞ്ഞ ഒരാളറിയോ? ഡയറക്ടറാണ്. പുള്ളി ഒരു സാധനം പടച്ചു വിട്ടിട്ടുണ്ട്, തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുതീ സാധനം. ഈ പുള്ളിയുടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റൻ മില്ലർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ സാനി കൈത് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കാണാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനു മുന്നേ ഒരു സാധനമുണ്ട്, റോക്കി. ബെഞ്ച് മാർക്ക് ഐറ്റമാണ് പുള്ളിയുടെ, ബെഞ്ച് മാർക്ക് ഐറ്റം. ആ സിനിമ എങ്ങനെയോ ഞാൻ കണ്ടു കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ പേര് തപ്പിപ്പിടിച്ച് കണ്ട സിനിമകളാണ് ഈ സാനി കൈതവും ക്യാപ്റ്റൻ മില്ലറും. അല്ലാതെ വേറെ ആരുടെയും പേര് വെച്ചിട്ടല്ല ഈ ബാക്കി പടങ്ങൾ ഞാൻ കണ്ടത്. DC സീൻ സാധനം. അതിനകത്ത് അരുൺ മതീശ്വരന്റെ കൂടെ അനിരുദ്ധും കൂടെ വന്നപ്പോഴത്തേനും തീ ഐറ്റമാണ് ഇറക്കി വിട്ടേക്കുന്നത് കേട്ടോ. ചുമ്മാ പോയിരുന്നു കണ്ടു. വയലൻസും ഇമോഷനും കൂടെ ഒരുമിച്ച് വന്നേക്കുന്ന ഒരു സാധനം. പൊളിയായിട്ട് പടത്തി ഇറക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ ടീസർ വന്നപ്പോഴത്തേനും ചെറിയൊരു ഇത് ഉണ്ടായിരുന്നേ, ലോക്കിയൊക്കെ വന്നപ്പോഴത്തേനും ലോക്കി വയ്യാത്ത പോലെയുള്ള അഭിനയം കാഴ്ച വെക്കുന്ന പ്രതീക്ഷ. പക്ഷെ ലോക്കിയും വാമികയൊക്കെ ഇപ്പം കൂടെ ജാതി പെർഫോമൻസ് മോനെ. ഇതിനെപ്പറ്റി വേറൊന്നും പറയാനില്ല. ഈ പടം സെക്കൻഡ് ഷോ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴി അപ്പം ഇപ്പൊ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എന്നാ പറഞ്ഞേ, ആ ഒരു ത്വര ഇങ്ങനെ നിൽക്കുക സിനിമയെ പറ്റി ഒന്ന് 10 പേരോട് പറഞ്ഞറിയിക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് വേറെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ഇല്ല. 10,000 ഫോളോവേഴ്സുള്ള ഞാൻ എന്നാ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയാ? പടം ചുമ്മാ തിയേറ്ററിൽ പോയി കാണാം. സെറ്റപ്പ് സാധനം. എന്ത് സാധനം ഇറക്കി വിട്ടേക്കുന്ന പുള്ളി. മസ്റ്റ് വാച്ച്. DC, ഡയറക്റ്റഡ് ബൈ അരുൺ മതീശ്വരൻ.